ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിന് തുടക്കമായി. ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ക്ഷേമനിധി ബോർഡ് പെൻഷൻ കുടിശ്ശിക വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സംസ്ഥാനത്തെ 15ഓളം ക്ഷേമനിധി ബോർഡുകൾ ഗുരുതര പ്രതിസന്ധിയിലെന്ന് പ്രതിപക്ഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ മൌറീഷ്യസ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് ദേശീയോദ്യാനം ഇന്നു മുതൽ പ്രവർത്തനമാരംഭിക്കും. ചാമ്പ്യൻസ് ട്രോഫി കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ ടീമിന് അഭിനന്ദന പ്രവാഹം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് എഫ്സി മുഹമ്മദൻ എസ്സിയെ നേരിടും. വാർത്തകൾ വിശദമായി. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിന് ഇന്ന് തുടക്കമായി. ലോക്സഭയിലും രാജ്യസഭയിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. പിഎം ശ്രീ പദ്ധതി തമിഴ്നാട്ടിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഡിഎംകെ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയിൽ നടപടികൾ അരമണിക്കൂറോളം നിർത്തിവച്ചിരുന്നു. രാഷ്ട്രപതി ഭരണം തുടരുന്ന മണിപ്പൂരിന്റെ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് സഭയിൽ അവതരിപ്പിക്കും. ഏപ്രിൽ 4 വരെ നീണ്ടുനിൽക്കുന്ന രണ്ടാംഘട്ട സമ്മേളനത്തിൽ 20 ദിവസമാണ് സഭ കൂടിച്ചേരുക. 2025-26 വർഷത്തെ ധനാഭ്യർത്ഥന, ധനവിനിയോഗ ബിൽ എന്നിവയിന്മേലുള്ള ചർച്ചയും വോട്ടെടുപ്പും സമ്മേളനത്തിൽ നടക്കും. ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ, റെയിൽവേ ഭേദഗതി ബിൽ അടക്കമുള്ള സുപ്രധാന ബില്ലുകളും പാർലമെന്റ് പരിഗണിക്കും. സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡുകളിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും മാസങ്ങളായി കുടിശ്ശികയായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് നിയമസഭയിൽ പ്രതിപക്ഷം. എം വിൻസെന്റ് നൽകിയ ഉപക്ഷേപ നോട്ടീസിന് സ്പീക്കർ അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു. 11 ക്ഷേമനിധി ബോർഡുകളിലായി 2011 കോടി രൂപ കുടിശ്ശികയുണ്ടെന്നും അടിസ്ഥാന വർഗ്ഗത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നും എം വിൻസെന്റ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ 31 ക്ഷേമനിധി ബോർഡുകളിൽ 15ഓളം എണ്ണം ഗുരുതരമായ പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. എന്നാൽ ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഉൾപ്പെടെയുള്ള ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ യഥാസമയം വിതരണം ചെയ്യുന്നുണ്ട് എന്ന് തൊഴിൽ മന്ത്രിക്ക് വേണ്ടി മന്ത്രി കെ എൻ ബാലഗോപാൽ മറുപടി നൽകി. 2024 ഏപ്രിൽ മുതൽ കഴിഞ്ഞ മാസം വരെ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട്. 3 ഗഡുക്കൾ കൊടുക്കാനുള്ളത് ഈ സാമ്പത്തിക വർഷം തന്നെ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിന് 10 കർമ്മ പരിപാടി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. വന്യജീവി ആക്രമണങ്ങൾ നേരിടാൻ വനമേഖലയിൽ താമസിക്കുന്ന ആദിവാസി വിഭാഗത്തിന് പ്രഥമ പരിഗണന നൽകുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. മലപ്പുറം മമ്പാട് ഇളമ്പുഴ ഭാഗത്തിറങ്ങിയ പുലിയെ പിടിക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചു. വനമേഖലയുടെ അളവനുസരിച്ചുള്ള ഒരു തോതിലുള്ളതല്ല ഇപ്പോഴത്തെ വന്യമൃഗ എണ്ണം എന്നുള്ളത് കൊണ്ട് അത് കൺട്രോൾ ചെയ്യാണ് നമ്മൾ വേണ്ടത്. മമ്പാടുണ്ടായിട്ടുള്ള പ്രശ്നത്തിൽ കൂടുവെച്ച് പുലിയെ പിടിക്കുന്നുള്ള പ്രശ്നങ്ങൾക്കുള്ള ഉത്തരവ് ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളും ഉദ്യോഗസ്ഥന്മാരും സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിന്റെ ഗുണമാണ് ഇവിടെ ഉണ്ടായത്. ആ മാതൃകകൾ എല്ലാവരും തുടരണം എന്നാണ്. കണ്ണൂർ ആറളം ഫാമിൽ വന്യജീവികളെ തുരത്താൻ സ്വീകരിച്ച മാതൃക മറ്റ് ഇടങ്ങളിലും നടപ്പാക്കുമെന്നും വനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട് ഡിജിപിയോട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ റിപ്പോർട്ട് തേടി. കോളേജ് ക്യാമ്പസുകളിലെ ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട് വൈസ് ചാൻസലർമാരുടെ യോഗം ചേരാനിരിക്കെയാണ് ഗവർണറുടെ നിർദ്ദേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ മൌറീഷ്യസ് സന്ദർശനത്തിന് നാളെ തുടക്കം. മൌറീഷ്യസ് ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും മൌറീഷ്യസ് പ്രധാനമന്ത്രിക്കൊപ്പം ശ്രീ മോദി നിർവഹിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായിക്കുമെന്ന് മൌറീഷ്യസിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അനുരാഗ് ശ്രീവാസ്തവ പറഞ്ഞു. These relations have been taken forward in modern times in the form of robust, dynamic, bilateral relationship which is multifaceted and which covers various areas like maritime security, development partnership, capacity building, health and education cooperation, trade and investment ties which are very robust. We are confident that this visit will reaffirm the strong bonds between our two countries and will help take this relationship to even greater heights. മൌറീഷ്യസ് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തുന്ന ശ്രീ മോദി രാജ്യത്തെ ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഹരിയാനയിലെ ഹിസാർ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ആദ്യ ദിനത്തിൽ പങ്കെടുക്കും. ബ്രഹ്മകുമാരീസിന്റെ ആത്മീയ പരിപാടിയിലും ശ്രീമതി മുർമു സംബന്ധിക്കും. പഞ്ചാബിലെ കേന്ദ്ര സർവകലാശാലയുടെയും ബറ്റിൻഡയിലെ എയിംസിന്റെയും ബിരുദദാന ചടങ്ങുകളിൽ രാഷ്ട്രപതി 2ാം ദിവസം പങ്കെടുക്കും. ചണ്ഡീഗഡിൽ പഞ്ചാബ് സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മധ്യപ്രദേശിലെ 9ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് ദേശീയോദ്യാനം ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കും. മുഖ്യമന്ത്രി മോഹൻ യാദവ് ഉദ്ഘാടനം നിർവഹിക്കും. 37,000 ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന മാധവ് ദേശീയോദ്യാനം രാജ്യത്തെ 58ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ്. ജമ്മുകാശ്മീരിലെ സുരക്ഷാ സാഹചര്യം അവലോകനം ചെയ്യുന്നതിന് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹന്റെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു. കേന്ദ്ര സായുധ സേന, ജമ്മുകാശ്മീർ പോലീസ്, മറ്റ് സുരക്ഷാ ഏജൻസികൾ എന്നിവയിലെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. ജമ്മുകാശ്മീരിലെ നിലവിലെ സ്ഥിതിഗതികൾ മുതിർന്ന ഉദ്യോഗസ്ഥർ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയെ അറിയിച്ചു. അമർനാഥ് യാത്ര, കശ്മീർ കന്യാകുമാരി റെയിൽ സർവീസ് സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട സുരക്ഷാ നടപടികളും യോഗം വിലയിരുത്തി. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ 5 ദിവസത്തെ സന്ദർശനത്തിനായി ഈ മാസം 16-ന് ഇന്ത്യയിലെത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ന്യൂസിലൻഡ് ബന്ധത്തിന്റെ വിവിധ വശങ്ങൾ നേതാക്കൾ ചർച്ച ചെയ്യും. 10ാമത് റെയ്സിന സംഭാഷണത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ക്രിസ്റ്റഫർ ലക്സൺ മുഖ്യാതിഥിയാകും. തെലങ്കാനയിൽ ടണലിൽ കുടുങ്ങിയ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. പഞ്ചാബ് സ്വദേശി ഗുർപ്രീത് സിംഗിന്റെ മൃതദേഹമാണ് 16 ദിവസത്തിന് ശേഷം കണ്ടെടുത്തത്. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപ സഹായധനം നൽകുമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അറിയിച്ചു. ചാമ്പ്യൻസ് ട്രോഫി കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ ടീമിന് അഭിനന്ദന പ്രവാഹം. ഇന്നലെ നടന്ന ഫൈനലിൽ ന്യൂസിലൻഡിനെ 4 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ചാമ്പ്യന്മാരായത്. 252 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 6 പന്തുകൾ ശേഷിക്കെ ജയം നേടുകയായിരുന്നു. രോഹിത് ശർമ്മയാണ് കളിയിലെ താരം. ഇന്ത്യയുടെ 3ാം ചാമ്പ്യൻസ് ട്രോഫി കിരീടമാണിത്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ അഭിനന്ദനം രേഖപ്പെടുത്തി. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഈ ഉജ്ജ്വല നേട്ടത്തിൽ ടീമിനെ അഭിനന്ദിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC മുഹമ്മദൻ SCയെ നേരിടും. കൊൽക്കത്തയിൽ രാത്രി 7:30-നാണ് മത്സരം. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ജയന്റ്സിനെ നേരിടും. രാത്രി 7:30-ന് മുംബൈയിലെ ബ്രാബോൺ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഡൽഹി ക്യാപിറ്റൽസിനൊപ്പം മുംബൈയും ഗുജറാത്തും പ്ലേ ഓഫിൽ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞെങ്കിലും ടൂർണമെന്റിലെ ആദ്യ ഫൈനലിസ്റ്റിനെ നിർണ്ണയിക്കാൻ ഇന്നത്തെ മത്സരം നിർണായകമാണ്. IPL ക്രമക്കേട് കേസിൽ ആരോപണ വിധേയനായി ലണ്ടനിലേക്ക് കടന്ന മുൻ IPL മേധാവി ലളിത് മോദിക്ക് നൽകിയ പാസ്പോർട്ട് റദ്ദാക്കുമെന്ന് ദക്ഷിണ പസഫിക് ദ്വീപ് രാഷ്ട്രമായ വാനുഅറ്റു. ലളിത് മോദിക്ക് വാനുഅറ്റു പൌരത്വം ലഭിച്ചതായ മാധ്യമ വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് നടപടി. ലളിത് മോദിയെ രാജ്യത്തേക്ക് മടക്കിയെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ. അതേസമയം ഇന്ത്യൻ പാസ്പോർട്ട് മടക്കി നൽകാനുള്ള അപേക്ഷ ലളിത് മോദി കഴിഞ്ഞ ദിവസം ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ സമർപ്പിച്ചിരുന്നു. ബാങ്ക് ഓഫ് കാനഡ മുൻ ഗവർണർ മാർക്ക് കാർണി കാനഡയുടെ അടുത്ത പ്രധാനമന്ത്രിയാകും. ജസ്റ്റിൻ ട്രൂഡോ ജനുവരിയിൽ രാജി പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ലിബറൽ പാർട്ടി പുതിയ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുത്തത്. അമേരിക്കയുമായുള്ള വ്യാപാര സംഘർഷം, ഫെഡറൽ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സങ്കീർണ വിഷയങ്ങൾ കാനഡയ്ക്ക് മുന്നിൽ നിലനിൽക്കവെയാണ് പുതിയ പ്രധാനമന്ത്രിയുടെ സ്ഥാനാരോഹണം. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ ഇന്ന് ഉയർന്ന താപനിലയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഉയർന്ന അൾട്രാ വയലറ്റ് സൂചികകൾ രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ കർശന മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാ വയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കുമെന്നതിനാൽ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നാളെ രാവിലെ 8:30 മുതൽ മറ്റന്നാൾ രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 142 പോയിന്റ് ഉയർന്ന് 74,475-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 26 പോയിന്റ് നേട്ടത്തിൽ 22,578-ലും വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടത്തിന് തുടക്കമായി. ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ക്ഷേമനിധി ബോർഡ് പെൻഷൻ കുടിശ്ശിക വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സംസ്ഥാനത്തെ 15ഓളം ക്ഷേമനിധി ബോർഡുകൾ ഗുരുതര പ്രതിസന്ധിയിലെന്ന് പ്രതിപക്ഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ മൌറീഷ്യസ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ 58ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് ദേശീയോദ്യാനം ഇന്നു മുതൽ പ്രവർത്തനമാരംഭിക്കും. ചാമ്പ്യൻസ് ട്രോഫി കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ ടീമിന് അഭിനന്ദന പ്രവാഹം. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC മുഹമ്മദൻ SCയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.